ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മെന്റ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജിത്തു മാധവൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് വമ്പൻ ഹിറ്റായി മാറിയ ആവേശം എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ചിത്രം കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീട്ടിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഹിപ്സ്റ്ററിന്റെയും റോഷന്റെയും മറ്റും പേരെഴുതി കാണിക്കുമ്പോൾ അവിടെ ചുവപ്പ്, നീല, പച്ച എന്നീ നിറങ്ങളിലാണ് അവരുടെ പേരുകൾ എഴുതി കാണിക്കുന്നത്. പിന്നീട് സിനിമയിൽ ഒരു കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല, പിന്നീട് സിനിമയിൽ ഒരു ഭാഗത്ത് ഇതേ നിറങ്ങളുള്ള ഡ്രസ്സുകളിൽ ഇവരെ കാണിക്കുന്നുണ്ട്. അതായത് കുട്ടി എന്ന കഥാപാത്രം ഇവരെ തിരക്കി ഇവരുടെ ഹോസ്റ്റലിന് മുന്നിൽ ആ രാത്രി വരുന്ന സമയത്ത് ഇവർ 3 പേരും ഒരു ലൈനായി നിൽക്കുന്ന സമയത്ത് ഇവരുടെ പേരുകളിൽ കൊടുത്തിരുന്ന അതേ നിറങ്ങളിലുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നതായി കാണിക്കുന്നത്. കൂടാതെ സിനിമയുടെ തുടക്കത്തിൽ ആവേശമെന്ന പേരെഴുതി കാണിക്കുന്നത് മഞ്ഞ നിറം കൊണ്ടാണ്. അതിനു മുന്നേ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും മറ്റും പേരുകൾ എഴുതി കാണിച്ചിരുന്നത് മഞ്ഞ, വെള്ള എന്നീ നിറങ്ങൾ ഉപയോഗിച്ചാണ്. എന്നാൽ സിനിമയുടെ അവസാനം ഒരു കോമഡി പടം പോലെ തുടങ്ങുന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമയെല്ലാമായി മാറിയതിനു ശേഷം ഏറ്റവും അവസാനം ആവേശവും എഴുതി കാണിക്കുമ്പോൾ അവിടെ ആ മഞ്ഞ നിറം മാറി പകരം മൊത്തത്തിൽ ആ വയലൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ചുവപ്പ് മയം വന്നിരിക്കുന്നതായി കാണാം. കൂടാതെ ഇതിനുശേഷം അണിയറ പ്രവർത്തകരുടെ പേര് എഴുതി കാണിക്കുമ്പോഴും തുടക്കത്തിലെ ആ മഞ്ഞ വെള്ള കോമ്പിനേഷനിൽ നിന്ന് മാറി ചുവപ്പും വെള്ളയും ആയി തീർന്നിരിക്കുന്നതായും കാണാം. പിന്നീട് ഇവർ ആ കോളേജിൽ ചേരാൻ വരുന്ന ദിവസം അജുവും ബിബിനും തമ്മിൽ കാണുകയും അജുവിൻ്റെ അച്ഛൻ നിങ്ങൾ എവിടെ വെച്ചാണ് പരിചയമെന്ന് ചോദിക്കുകയും ബിബിൻ ആലപ്പുഴയിലെ ഒരു ഷാപ്പിൽ വെച്ചാണ് എന്ന് പറയാൻ തുടങ്ങുകയും അജു പെട്ടെന്ന് കയറി ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ ആ സമയം അജുവിൻ്റെ ചേട്ടൻ്റെ റിയാക്ഷനിൽ നിന്നും അയാളുടെ ആ ഏജ് വെച്ചുകൊണ്ട് അയാൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കുട്ടിയെ ആദ്യമായി ഇവർ തിരിച്ചറിയുന്ന സീനിൽ കുട്ടി ഇവരെ വന്ന് വിളിക്കുകയും ഇവർ പോകാതെ ഇരിക്കുകയും ചെയ്ത് കുട്ടിയെ വെല്ലുവിളിച്ച് കുട്ടി അവിടെ നിന്ന് പോകുന്ന സമയത്ത് കുട്ടിയുടെ ടീഷർട്ടിലായി കീപ് റെഡി, തയ്യാറായിരുന്നോളൂ എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നതായും കാണാം. പിന്നീട് കുട്ടി ഇവരെ 3 പേരെയും ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് തല്ലുന്നതായി കാണിക്കുന്നുണ്ട്. സോ ആ സ്ഥലം എന്താണെന്നൊന്നും വ്യക്തമായി പറയുന്നില്ല എങ്കിലും അവരെ തല്ലുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ള മുറിയിൽ പഴയ സിനിമകളുടെയും മറ്റും ഫിലിമുകൾ കൊണ്ടുവന്നിരുന്ന സിനിമാ പെട്ടികൾ ഇരിക്കുന്നതായി കാണാം. അതുപോലെ മറ്റൊരു ഭാഗത്ത് സിനിമയുടെ ഫിലിമുകളും മറ്റും സൂക്ഷിക്കുന്ന പെട്ടികളും ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥ നടക്കുന്നത് 2022 ആയതുകൊണ്ട് ഇപ്പോൾ ഡിജിറ്റൽ പ്രിന്റുകളും മറ്റുമായതുകൊണ്ട് ഇത്തരത്തിലുള്ള പഴയ ബോക്സുകളൊന്നും നിലവിൽ യൂസ് ചെയ്യാത്തത് കൊണ്ടും അത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പഴയ സിനിമാ തിയേറ്ററോ മറ്റോ ആയിട്ടാകാം ഇത് കാണിക്കുന്നത്. സോ ഈ സീൻ കണ്ടപ്പോൾ തോന്നിയൊരു മിസ്റ്റേക്ക്, അതായത് ഇവരെ കൊണ്ടിട്ട് തല്ലുമ്പോൾ തുടക്കത്തിൽ റോഡ് സൈഡുകളിലും മറ്റും വെക്കുന്ന മിററിൽ കൊണ്ടിടിക്കുന്നതായും അത് നല്ല രീതിയിൽ ചളുങ്ങുന്നതായും കാണിക്കുന്നുണ്ട്. സോ പിന്നീട് വരുന്ന ഷോട്ടുകളിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല, അത് പഴയപടിയിൽ ആയതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ആ മിറർ ചളുങ്ങിയാലും പഴയപടിയിലാക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും അതിലൊരു സ്ക്രാച്ചോ ഒരു ചളുക്കിന്റെ പാട് പോലും ഇല്ലാതെയാണ് പിന്നീടുള്ള ഷോട്ടുകളിൽ കാണിച്ചു പോയത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. സിനിമയിൽ ഒരു ഭാഗത്ത് രംഗൻ കരിങ്കാളിയല്ലേ എന്ന ഗാനം റീലായി ചെയ്യുന്ന സമയത്ത് 3 ലൈക്ക് കിട്ടിയിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. രംഗൻ എന്ന കഥാപാത്രം പറയുന്നുണ്ട്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോലും റീലിന് ലൈക്ക് കിട്ടുന്നില്ല എന്ന്. എന്നാൽ സിനിമയുടെ അവസാനത്തിൽ ഇതെല്ലാം മാറിയിരിക്കുന്നു, രംഗനെ ആളുകൾ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ഒരു റീലിന് 110 ലൈക്ക് കിട്ടിയിരിക്കുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. അംബാൻ എന്ന കഥാപാത്രം ഒരു സീനിൽ ഇടുന്ന ടീഷർട്ടിൽ രംഗന്റെ ചിത്രം കൊടുത്തിരിക്കുന്നതായും ഡോൺ എന്ന് എഴുതിയിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൂടാതെ രംഗൻ തൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാലയുടെ ഒരു ലോക്കറ്റിൽ ഇതേപോലെ തന്നെ ഡോൺ എന്ന പേര് കൊടുത്തിരിക്കുന്നതായും ഒരു കത്തിയുടെ രൂപം എന്നിന്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്നതായും കാണാം. ഇത് കൂടാതെയും രംഗൻ കഴുത്തിലിട്ടിരിക്കുന്ന മാലകളുടെ കൂട്ടത്തിൽ ബർത്ത്ഡേക്ക് ശേഷം ഇലുമിനാറ്റി സോങ്ങിന് ശേഷം പിറ്റേ ദിവസം ഡംഷറാട്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ 2 ഹിന്ദിക്കാർ പോയെന്ന കാര്യം നമ്മളെ അറിയിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നേ ഇലുമിനാറ്റി സോങ് തുടങ്ങുമ്പോൾ ശാന്തനും അജുവും ബിബിനുമെല്ലാം അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഈ 2 ഹിന്ദിക്കാർ അവിടുന്ന് ഓടിപ്പോകുന്നതായി കാണിച്ചിരുന്നു. മയൂരി ബാറിൽ വെച്ചാണ് രംഗനെ ആദ്യമായി ഇവർ 3 പേരും പരിചയപ്പെടുന്നത്. പിന്നീട് സ്ഥിരമായി അവർ മദ്യം കഴിക്കുന്നതും ഈ മയൂരി ബാറിൽ വെച്ച് തന്നെയാണ്. എന്നാൽ രംഗന്റെ ബർത്ത്ഡേ നടക്കുന്നത് ഇവർ താമസിക്കുന്ന ആ വീട്ടിൽ വെച്ചാണ്. അവിടെയും ഒരുപാട് മദ്യം കുടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. സോ ആ സമയത്തും ആ മദ്യങ്ങൾ മയൂരി ബാറിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ഡീറ്റെയിൽ ചെയ്യുന്ന വിധം ആ വീടിന്റെ ഒരു സ്ഥലത്തായി മയൂരി ബാറിന്റെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതായി കാണാം.
അമ്പാൻ എന്ന കഥാപാത്രം ഒരു മോഹൻലാൽ ഫാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കഥാപാത്രം ഡെംസ്ട്രാഡ് കളിക്കുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്യുന്നത് നരസിംഹം എന്ന ചിത്രത്തിന്റെ പേരാണ്. പിന്നീട് രംഗന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ചോട്ടാ മുംബൈ എന്ന മോഹൻലാലിന്റെ മറ്റൊരു ചിത്രത്തിന്റെ പേരും. സോ ഇതുകൊണ്ടൊക്കെ തന്നെ അമ്പാൻ ഒരു മോഹൻലാൽ ഫാൻ ആണെന്നാണ് തോന്നുന്നത്. കൂടാതെ ഇതോടൊപ്പം രംഗൻ മുൻപ് ഡെംസ്ട്രാഡ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കിരീടത്തിലെ ലാലേട്ടനെ അവതരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നതിൽ നിന്നും, കൂടാതെ നരസിംഹം എന്ന പേര് പോലെ സാമ്യമുള്ള ഒരു ചിത്രം രംഗൻ തന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് കൊണ്ടും രംഗനും ഒരു മോഹൻലാൽ ഫാൻ ആകാൻ ചാൻസ് ഉണ്ട്. ആദ്യം രംഗൻ വയലൻസ് എല്ലാമുള്ള കഥാപാത്രമാണെന്ന് പറയുമ്പോൾ അവർ 3 പേരും വിശ്വസിക്കുന്നില്ല. എന്നാൽ പിന്നീട് ഇതിന്റെ സത്യാവസ്ഥയെല്ലാം ഇവർ 3 പേരും മറിഞ്ഞ ശേഷം രംഗന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാനും രംഗൻ അറിയാതെ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാനും തീരുമാനിക്കുന്നുണ്ട്. ആ സമയം ഇവർ 3 പേരും കട്ടിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് രംഗന്റെ ഒരു ചിത്രത്തിലേക്ക് ഇവർ നോക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആ സമയം ആ സീനുമായി കണക്ട് ആകുന്നത് പോലെ തന്നെ എന്നെ വിട്ടുപോയാൽ ഞാൻ നിങ്ങളെ കൊല്ലും എന്നുള്ള രീതിയിൽ രംഗൻ തോക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ മനോഹരമായി തന്നെ അത് കാണിച്ചിട്ടുണ്ട്. ഈ വയലൻസിന്റെ കാര്യമെല്ലാം അമ്പാൻ ഇവർ 3 പേരോടും പറയുന്ന സമയത്ത് ഒരിക്കൽ ഒരു ഗുണ്ടാത്തലവൻ 10-30 ഗുണ്ടകളുമായി രംഗനെ നേരിടാനായി വന്നിരുന്നുവെന്നും രംഗൻ അവരെയെല്ലാം കൊന്ന് ഗുണ്ടാത്തലവനെയും കൊന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഈ പറയുന്ന കഥകളിലെ ഈ കാര്യങ്ങളും സിനിമയുടെ അവസാനം റെഡ്ഡിയെ രംഗൻ കൊല്ലുന്ന കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ആ സീനിൽ രംഗന്റെ പുറകിൽ തീ പിടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ആ സീനിൽ അമ്പാൻ വിവരിക്കുന്നത് രംഗൻ ഓടി വന്ന് എല്ലാവരുടെയും ദേഹത്ത് ചവിട്ടി ജമ്പ് ചെയ്ത് വന്നാണ് ഗുണ്ടാത്തലവനെ കൊന്നുവെന്നാണ്. ഇതേപോലെ തന്നെ സിനിമയുടെ അവസാനവും രംഗന്റെ പുറകിൽ ആ കാറിന് തീ പിടിച്ചിരിക്കുന്നതായും രംഗൻ ആ ഗുണ്ടകളുടെ എല്ലാം ദേഹത്ത് ചവിട്ടി ചാടി വന്നുകൊണ്ടാണ് റെഡ്ഡിയെ കൊല്ലുന്നതായും കാണിക്കുന്നത്. സോ ഈ 2 സീനുകളും എക്സാക്ട് ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ചേട്ടനെ കൊന്നു എന്ന് പറയുമ്പോഴുള്ള ആ ഒരു നിൽപ്പും എക്സാക്റ്റായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ക്ലൈമാക്സിലെ ഈ ഒരു ഫൈറ്റിംഗ് സീനുകളിലൂടെയെല്ലാം രംഗൻ മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു ആവർത്തനം പോലെയാണ്, അതെല്ലാം തെളിയിക്കുന്നത് പോലെയാണ് കാണിച്ചിരുന്നത്. രംഗൻ റെഡ്ഡിയുടെ ഐഡന്റിറ്റി കോപ്പി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അത് എക്സാക്റ്റ് ആയിട്ട് നമ്മളെ കാണിക്കുന്നുമുണ്ട്. എന്നാൽ എനിക്ക് തോന്നിയത് രംഗൻ റെഡ്ഡിയുടെ ഐഡന്റിറ്റി കോപ്പി ചെയ്തപ്പോൾ അയാളുടെ വേഷവും മറ്റും മാത്രമല്ല കോപ്പി ചെയ്തിരിക്കുന്നത്, അയാളുടെ വണ്ടിയും കോപ്പി ചെയ്തിട്ടുണ്ടെന്നാണ്. രംഗൻ യൂസ് ചെയ്യുന്നത് ഒരു ക്വാളിസ് ആണ്. റെഡ്ഡി പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എക്സാക്റ്റ് ആയിട്ട് ഏതാണെന്ന് അറിയില്ല. വണ്ടികളുടെ കാര്യത്തിൽ എനിക്ക് അത്ര അറിവില്ല. എങ്കിലും എനിക്ക് തോന്നിയത് റെഡ്ഡി ജീപ്പിന്റെ മോഡൽ വരുന്ന അത്തരത്തിലുള്ള ഒരു വാഹനം യൂസ് ചെയ്തിരുന്നത് കൊണ്ട് ബെൻസ് കാറും മറ്റും ഉണ്ടായിട്ടും അതൊന്നും യൂസ് ചെയ്യാതെ റെഡ്ഡി യൂസ് ചെയ്തിരുന്ന വണ്ടിയുടെ മോഡലുള്ള മറ്റൊരു വാഹനം തന്നെ രംഗനും കോപ്പി ചെയ്തിരിക്കുന്നുവെന്നാണ്. രംഗൻ റെഡ്ഡിയെ കൊല്ലുന്ന സമയത്ത് റെഡ്ഡി തന്റെ ഐഡന്റിറ്റി നീ മോഷ്ടിച്ചതാണ് ഈ പ്രശ്നത്തിലെല്ലാം കാരണമെന്ന് പറയുന്നുണ്ട്. സോ ഇതിനുശേഷം റെഡ്ഡിയെ കൊന്ന് സിനിമയുടെ അവസാനം കോളേജിൽ ഇവരെ ചൂരൽ കൊണ്ട് തല്ലാനായി രംഗനും കൂട്ടരും വരുന്ന സമയത്ത് രംഗൻ റെഡ്ഡിയുടെ ആ ഐഡന്റിറ്റി എല്ലാം വിട്ടിരിക്കുന്നു, ആ ഐഡന്റിറ്റി എല്ലാം മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നുവെന്നും വൈറ്റ് ഡ്രസ് എല്ലാം ബ്ലാക്ക് ആക്കിയിരിക്കുന്നതായും ഗോൾഡ് എല്ലാം സിൽവറോ മറ്റോ ആക്കിയിരിക്കുന്നതായും കാണാം. വണ്ടി പക്ഷേ പഴയ സ്റ്റൈലുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും തന്റെ ഫേവററ്റ് ഗ്രീൻ കളർ വണ്ടി മാറ്റി ബ്ലാക്ക് ആക്കിയിരിക്കുന്നതായി കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.